ശബരിമലയിൽ വൻ സ്വർണ്ണക്കൊള്ള നടന്നെന്ന് സ്ഥിരീകരിച്ച് ശാസ്ത്രീയ പരിശോധന നടത്തിയ BSSCയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴി. ദ്വാരപാലക ശില്പങ്ങളിലും കട്ടളയിലും പൊതിഞ്ഞിരുന്ന സ്വർണം അപ്പാടെ അപഹരിച്ചതായി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലുണ്ട്. അതിനുശേഷം ചെമ്പുപാളികളിൽ നേരിയ സ്വർണ്ണ നിറമുള്ള തിളക്കമാർന്ന ലോഹമായ നിക്കൽ ഉൾപ്പെടെ പൂശി തിരിച്ചെത്തിച്ചതായിരുന്നു മൊഴി. മെർക്കുറി ഉപയോഗിച്ചായിരുന്നു നേരത്തെ സ്വർണ്ണപ്പാളികൾ ഒട്ടിച്ചിരുന്നത്. തിരിച്ചെത്തിയ പാളികളിൽ മെർക്കുറിയുടെ അംശമുണ്ടായിരുന്നില്ല. പകരം നിക്കൽ, അക്രിലിക് പോളിമർ എന്നിവയുണ്ടായിരുന്നു. പഴയ ഭൂരിഭാഗം ചെമ്പുപാളികളും അവയിലുണ്ടായിരുന്ന സ്വർണം കവർന്ന ശേഷം തിരിച്ചെത്തിച്ചു. സ്വർണം രാസപ്രക്രിയയിലൂടെ ഇളക്കി മാറ്റിയപ്പോൾ ചില പാളികൾക്ക് രൂപമാറ്റം ഉണ്ടായെന്നതടക്കം നിർണായക വിവരങ്ങൾ ശാസ്ത്രജ്ഞർ നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. മൊഴിയുടെ വിവരങ്ങൾ SIT ഹൈക്കോടതിയെ അറിയിക്കും. പാളികളുടെ കാലപ്പഴക്കമടക്കം സമഗ്ര പരിശോധനയിലൂടെ കണ്ടെത്തേണ്ടതുണ്ട്. ഈ റിപ്പോർട്ട് കൂടി വന്നാലേ പുതിയ പാളികളാണോ തിരിച്ചെത്തിയത് എന്നതിൽ വ്യക്തതയുണ്ടാവും. 1998 വിജയ് മല്യയാണ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്വർണം കടലാസ് രൂപത്തിലാക്കി പാളികളിൽ പൊതിഞ്ഞത്. BSSCയിലെ ശാസ്ത്രജ്ഞരുടെ വിശദ മൊഴിയെടുക്കാൻ SITക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. 2025 വീണ്ടും സ്വർണം പൂശിയതിൽ ക്രമക്കേടുകളെക്കുറിച്ചും ശാസ്ത്രജ്ഞർ മൊഴി നൽകിയതായി അറിയുന്നു.